ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വിഷൻ. സൂം വളരെയധികം ഫെമിലർ ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾക്ക് വീഡിയോ ചാറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന്, അതുപോലെ വലിയ വലിയ എൻ്റർപ്രണേഴ്സിന്, സ്റ്റാഫിന് എല്ലാം വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയങ്ങളിലാണെങ്കിലും നമ്മൾ ക്ലാസ്സുകളെല്ലാം അധികവും സൂം വഴിയാണ് നടക്കുന്നത്. പല ആളുകൾക്കും സൂം ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയില്ല, ചിലർക്ക് സൂം എന്താണെന്ന് അറിയില്ല. പാരൻസും ടീച്ചേഴ്സും വളരെയധികം അതിനെ കുറിച്ച് കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സൂം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അതുവഴി ചാറ്റിംഗ് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് സൂം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിനായി നമ്മൾ നമ്മുടെ മൊബൈലിൽ ആപ്പ് സ്റ്റോറിൽ കയറുക. ആപ്പ് സ്റ്റോറിൽ സൂം മീറ്റിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, സൂം ക്ലൗഡ് മീറ്റിംഗ്. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. തൊട്ടടുത്തുള്ള ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു ഇൻ്റർഫേസാണ് നമ്മൾക്ക് വരിക. നമ്മൾ ആദ്യമായി ജോയിൻ മീറ്റിങ്ങിലാണ് കയറുന്നത്. അതായത് നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾക്ക് ലിങ്ക് അയച്ചു തരും. അതിന് തൊട്ടടുത്ത് പാസ്വേഡ്, യൂസർ ഐ ഡിയും ഉണ്ടാവും അല്ലേ, മീറ്റിംഗ് ഐ ഡി. ഇവിടെ മീറ്റിംഗ് ഐ ഡി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ടീച്ചേഴ്സ് അയച്ചു തരുന്ന, അല്ലെങ്കിൽ നമ്മൾ എൻ്റർപ്രണേഴ്സ് സ്റ്റാഫിന് അയച്ചു കൊടുക്കുന്ന ആ ഒരു മീറ്റിംഗ് ഐ ഡി അടിച്ചു കൊടുക്കുക. ദെൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻവാലിഡ് മീറ്റിംഗ് ഐ ഡിയാണ്. മീറ്റിംഗ് ഐ ഡി കറക്റ്റായിട്ട് തന്നെ തെറ്റുപറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു മീറ്റിംഗ് ഐ ഡിയാണ്. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയാവുമ്പോൾ. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുത്തു. വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ പ്ലീസ് എൻ്റർ യുവർ മീറ്റിംഗ് പാസ്വേഡ്. നമ്മൾക്ക് സാധാരണ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ബോസ് ആണെങ്കിലും ഒക്കെ അയച്ചു തരുന്നത് അങ്ങനെയാണ്. ഐ ഡി അയച്ചു തരും, അതുകൂടെ തന്നെ പാസ്വേഡും ലിങ്കും, ഈ മൂന്നെണ്ണമാണ് അയച്ചു തരുന്നത്. ഇവിടെ നമ്മൾ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ മീറ്റിംഗ് റൂമിലേക്ക് കയറിയിട്ടുണ്ട്. മീറ്റിംഗ് റൂമിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കണ്ടില്ലേ. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞ സമയത്ത് നമ്മൾ കയറിയിട്ടുണ്ട്, നമുക്കൊരു പെർമിഷൻ വേണം. അതായത് മീറ്റിംഗ് റൂമിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് അവിടെയുള്ള നമ്മുടെ ഹോസ്റ്റാണ് നമ്മളുടെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അവർ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുപോലെ മീറ്റിങ്ങിലേക്ക് കയറുവാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മൾക്ക് മീറ്റിംഗ് റൂമിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്ത് ലീവ് മീറ്റിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് മീറ്റിംഗ് നിന്ന് ക്ലോസ് ചെയ്യാനും പറ്റും. ഓക്കെ, സിമ്പിളല്ലേ. അടുത്തത്, നമ്മൾ ഇനിയൊരു എൻ്റർപ്രണറാണ്, അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിനാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷനിലാണ് പോകേണ്ടതെന്ന് അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത ജോയിൻ റൂമിലേക്കാണ്. പക്ഷേ ഇതിൽ ജോയിൻ റൂം മതിയാവില്ല. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ളത് നേരിട്ട് സൂം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഓപ്ഷൻസ് കണ്ടിട്ടില്ലേ, ഇതിൽ നമ്മൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യണം. കാരണം നമ്മൾക്ക് ഒരു ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു പാസ്വേഡ് കൊടുത്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞ് ഇവിടെ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യാൻ നമുക്ക് എൻ്റർ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് താഴെ ആപ്പിൾ ഐ ഡി ചോദിക്കുന്നുണ്ട്, എൻ്റെ തൊട്ട് താഴെ ഗൂഗിൾ കൊടുക്കുന്നുണ്ട്, ഫേസ്ബുക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കൊടുത്തിട്ടാണ് കയറുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിമെയിൽ ഐ ഡിയോ ഏത് വേണമെങ്കിൽ കൊടുത്തിട്ടും ഇതിലേക്ക് കയറുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചാറ്റിംഗ് റൂമിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മൾക്ക് നമ്മുടെ ഇൻ്റർഫേസ് കണ്ടില്ലേ. മീറ്റ്, ന്യൂ മീറ്റിംഗ്, പിന്നീട് അതിൻ്റെ താഴെ ജോയിൻ ഉണ്ട്, ഷെഡ്യൂൾ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ വീഡിയോ ഓൺ കൊടുക്കണം. അതായത് യൂസ് പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഇത് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്തത് അല്ലേ. ഓക്കെ, അത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ പുതിയൊരു മീറ്റിങ്ങിന് വേണ്ട റൂമിലേക്ക് കയറിയിട്ടുണ്ട്. കോൾ ഓവർ ഇൻ്റർനെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾക്ക് ബാക്കിയുള്ള സംസാരിക്കാൻ നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ തൊട്ട് താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. മ്യൂട്ട്,
അതിൻ്റെ മുകളിലായിട്ട് സൂം എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ടോപ്പിൽ സെൻട്രലായിട്ട് കണ്ടേ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് ID ഇവിടെ കാണാം. ഹോസ്റ്റ് അഭിലാഷ് ഷാഗു ഉണ്ട്, പാസ്വേഡ് കാണിക്കുന്നുണ്ട്, പേഴ്സണൽ പാർട്ടിസിപ്പൻ്റ് ID കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ആരൊക്കെയാണോ നമ്മളിതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അവരുടെ അധികവും നമ്മൾ ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണല്ലേ. വാട്സപ്പിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അവിടെ തൊട്ട മ്യൂട്ട്, നമ്മൾ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാം. ഇവിടെ ഷെയർ കണ്ടന്റ് കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോസൊക്കെ അയക്കണമെങ്കിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്ന് അത് സെൻഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും. പിന്നെ നമുക്ക് അടുത്തത് പാർട്ടിസിപ്പൻസ് ആണ്. നമുക്ക് എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ അതെല്ലാം ഇവിടെ താഴെ, അഭിലാഷ് രാഘവ് ഹോസ്റ്റാണ്, ഞാൻ തന്നെയാണ്, താഴെ 1 2 3 4 എന്ന് പറഞ്ഞാൽ താഴേട്ടേക്ക് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. ഇനി നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ സെൻഡ് ഇമെയിൽ അയക്കാം, സെൻഡ് മെസ്സേജ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ സംസാരം, നമ്മൾ ക്ലാസ് ടീച്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരാരും കേൾക്കാതിരിക്കാൻ നമുക്ക് മ്യൂട്ട് കൊടുക്കാം. മ്യൂട്ട് ഓൾ കൊടുത്താൽ ആരുടെയും കേൾക്കില്ല. പിന്നീട് നമുക്ക് ആസ്ക് കോൾ ടു അൺമ്യൂട്ട് പറഞ്ഞാൽ മതി. അതായത് ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സും കൂടെ ചോദിക്കാനുണ്ടെങ്കിൽ ആസ്ക് കോൾ അൺമ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കുന്നതും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇവിടെ മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ തമ്പിൻ്റെ ഓപ്ഷൻ്റെ, ക്ലാപ്സിൻ്റെ എല്ലാം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ക്ലാപ്പ് കൊടുക്കണമെങ്കിൽ തമ്പ് കൊടുക്കണമെങ്കിലൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ചാറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ചാറ്റ് ഓപ്ഷനിൽ നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് മെസ്സേജ് അയക്കാൻ, സെൻഡ് ടു എവരിവൺ, നമ്മുടെ ഗ്രൂപ്പിൽ ആരെല്ലാമായിട്ടാണ് നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മീറ്റിങ്ങിൽ ആരൊക്കെയാണോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരുമായിട്ട് നമ്മൾക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മെസ്സേജ് അയക്കുവാൻ സാധിക്കും. ഇവിടെയാണ് സെൻഡ് ടു എവരി വണിൽ ഹായ് ടൈപ്പ് ചെയ്തു, കണ്ടില്ലേ, ഇതെല്ലാവർക്കും ഒരുമിച്ച് ഡിസ്പ്ലേ ആവുന്നതാണ്. പിന്നീട് നമ്മൾക്ക് ഡിസ്കണക്ട് ഓഡിയോ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മിനിമൈസ് മീറ്റിംഗ് മിനിമൈസ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുവാൻ സാധിക്കും. പിന്നെ നമ്മൾക്ക് വേറൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് എൻഡ് മീറ്റിംഗ് ഫോർ ഓൾ, എല്ലാവരുമായിട്ടുള്ള മീറ്റിംഗ് നമ്മൾക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻഡ് മീറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിങ്ങിൽ നിന്നും ഇറങ്ങുവാൻ സാധിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ജോയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ മീറ്റിംഗിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജോയിൻ ചെയ്യുവാൻ സാധിക്കും. അതിന് തൊട്ടടുത്ത് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഡ്യൂറേഷൻ എത്ര ഉണ്ടാവും, ടൈം സോൺ ഏതാണ് എന്നുള്ളത് നോക്കാം, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഈ മീറ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കിവിടെ കലണ്ടറിൽ ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുവാൻ സാധിക്കും. അതിന് തൊട്ടടുത്ത് ഷെയർ സ്ക്രീൻ എന്ന ഓപ്ഷൻ ഉണ്ട്. ഷെയർ സ്ക്രീൻ നമ്മുടെ ഈ ഒരു സ്ക്രീൻ ബാക്കിയുള്ള നമ്മൾക്ക് താല്പര്യമുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അതിന് ശേഷം ഇവിടെ നമ്മൾക്ക് കാണാം മീറ്റിംഗ്സ് എന്നുള്ളതിൽ നമുക്ക് പേഴ്സണൽ മീറ്റിംഗ് ID, ഇതാണ് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. അതിനടുത്ത് കോൺടാക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏതെല്ലാം കോൺടാക്ട്സ് ആണെന്നുള്ളത് എടുക്കേണ്ടതുള്ള. അതിന് തൊട്ടടുത്ത് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ, അതിൽ നമ്മൾ സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണിക്കുന്നത്. അതിൽ അഭിലാഷ് രാഘവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. സൈൻ ഔട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു മീറ്റിങ്ങിൽ നിന്ന് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അഗെയിൻ നമ്മൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സൈനപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ സൂം ID പാസ്വേഡ് കൊടുത്തുകൊണ്ട് കയറാം. അതുമല്ലെങ്കിൽ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ IDയോ അല്ലെങ്കിൽ ജിമെയിൽ IDയോ ഗൂഗിൾ IDയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് IDയോ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് മീറ്റിങ്ങിലേക്ക് അഗെയിൻ ലോഗിൻ ചെയ്ത് നമ്മുടെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാൻ അല്ലെങ്കിൽ ന്യൂ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് അതുപോലെ നമ്മൾ എൻ്റർപ്രണേഴ്സിന് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് ഓൺ ദി ടൈം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.